Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. അഞ്ചു വർഷത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണം, അഴിമതി ആരോപണങ്ങൾ, കേസുകൾ, ചില രാഷ്ട്രീയ കൂടിച്ചേരലുകൾ, വിട്ടുപോകലുകൾ, ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെ കേരളത്തിലെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വ്യക്തമാക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. സുപ്രധാനമായ തിരഞ്ഞെടുപ്പിൽ CPMന്റെ മുന്നൊരുക്കങ്ങളും തന്ത്രങ്ങളും പ്രതീക്ഷകളും എന്താണെന്ന് വ്യക്തമാക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം. വികസനവാദവുമായാണ് ഉമ്മൻചാണ്ടിയും കൂട്ടരും ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്മാർട്ട് സിറ്റി, വിഴിഞ്ഞം, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം, ഇപ്പോൾ ഇവിടെ മെട്രോ, എങ്ങനെയാണ് CPM ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? കേരളത്തിൽ ഏതൊരു ഗവൺമെൻറ് ഉണ്ടായാലും സംഭവിക്കാവുന്ന സ്വാഭാവികമായ വികസന പദ്ധതികൾ മാത്രമേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കീഴിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ LDF ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ച പദ്ധതികളാണ്. അതിൻ്റെ ഭാഗികമായി അതിൻ്റെ പൂർത്തി നടത്തി, ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി, ഒരു ഇലക്ഷൻ പ്രചരണമായി ഇതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണൂർ വിമാനത്താവളം നേരത്തെ LDF ഗവൺമെൻറ് കാലത്താണ് അതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കുകയും അതിന് തറക്കല്ലിടൽ നിർവഹിക്കുകയും പ്രവർത്തി തുടങ്ങുകയും ചെയ്തത് LDF ഗവൺമെൻറ് കാലത്താണ്. അതിൻ്റെ 4000 മീറ്റർ വീതിയിലുള്ള റൺവേ ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിച്ച പദ്ധതി ഇപ്പോൾ അതിൻ്റെ ഒരു 30% പണി പൂർത്തീകരിച്ചുകൊണ്ട് ഒരു വിമാനം അവിടെ ഇറക്കി, അതും 7 പേര് സഞ്ചരിക്കുന്നൊരു വിമാനം ഇറക്കി പരീക്ഷണ പറക്കൽ നടത്തി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 300-ലധികം ആളുകൾ സഞ്ചരിക്കുന്ന വിമാനം, 300-ലധികം ആളുകൾ സഞ്ചരിക്കുന്നൊരു വിമാനം ഇറക്കി പരീക്ഷിക്കുന്ന സ്ഥലത്ത് ഈ 7 പേർ സഞ്ചരിക്കുന്നൊരു വിമാനം ഇറങ്ങി പരീക്ഷിച്ചാൽ അതെങ്ങനെയാണ് പരീക്ഷണമാകുന്നത്? സ്മാർട്ട് സിറ്റി തുടങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷ ആളുകൾക്കുണ്ടായിരുന്നു. 27 ബഹുരാഷ്ട്ര കമ്പനികൾ ഇവിടെ വരും എന്നായിരുന്നു പ്രഖ്യാപനം. ഫലത്തിൽ എന്താണ് വന്നത് ഇപ്പോൾ എല്ലാവരും കണ്ടു. ബാങ്കിൻ്റെ ശാഖ, ഒരു വക്കീൽ ഓഫീസ്, ഡേ കെയർ, ഫുഡ് കോർട്ട്, ഇങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങളും കുറച്ച് കേരളത്തിൻ്റെ തന്നെ എറണാകുളത്തിൻ്റെ പല ഭാഗത്തും പ്രവർത്തിച്ച IT കമ്പനികൾ അങ്ങോട്ട് മാറി എന്നതല്ലാതെ ഇതാണോ സ്മാർട്ട് സിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്? പക്ഷേ ഈ വികസന നായകർ ഞങ്ങളാണ് എന്നുള്ളൊരു പ്രചരണം വളരെ വ്യാപകമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. CPMനെയോ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വികസന വിരോധികൾ ഇല്ല, അവരുടെ എല്ലാ കാലത്തും ഇത് പ്രചരിപ്പിക്കാറുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ നടത്തിയ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങൾ ഒന്ന് 4 വരി പാത പൂർത്തീകരിക്കുമെന്നതായിരുന്നു. കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് 4 വരി പാത എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. 4 വരി പാതയിൽ 1 സെൻറ്റ് ഭൂമി ഏറ്റെടുത്ത ആ പാത ഉണ്ടാക്കാൻ കഴിഞ്ഞോ? തീരദേശ ഹൈവേ, മലയോര ഹൈവേ, എല്ലാ ജില്ലകളിലും എയർ സ്ട്രിപ്പ്, റെയിൽവേ കോറിഡോർ, ഹൈസ്പീഡ് റെയിൽ കോറിഡോർ. ഉമ്മൻചാണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ പങ്കെടുത്തതാണ്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്കിതിൽ എതിർപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങളത് സഹായം ചെയ്തു തരണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എതിർക്കരുതെന്നാണ്. ഞങ്ങൾ എതിർത്തില്ല. പക്ഷേ ഹൈസ്പീഡ് റെയിൽ കോറിഡോറിന് വേണ്ടി 1 സെൻറ്റ് ഭൂമി ഏറ്റെടുത്തു. കേരളത്തിലുടനീളം ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് എവിടെയാണ് ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത്? ചീമേനിയിൽ 400 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാൻ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ അങ്ങോട്ടേക്ക് വലിച്ചിരുന്നെങ്കിൽ കഴിയുമായിരുന്നു. അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞോ? ഞങ്ങളുടെ എതിർപ്പുകൊണ്ടാണോ? അപ്പോൾ ഇങ്ങനെ പ്രഖ്യാപനം കുറേയധികം നടത്തി എന്നുള്ളത് ശരിയാണെങ്കിലും അതൊന്നും ഈ ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കാൻ UDF ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. വികസനം എന്ന എല്ലാ കാലത്തും ഇവർ പറയാറുണ്ട്, ഞങ്ങൾ വികസന വിരോധികളായി മുദ്രകുത്താറുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് കൊണ്ടുവന്നത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് LDF ഗവൺമെൻറ് കാലത്തല്ലേ? അത് പിന്നീടല്ലേ വികസിപ്പിച്ചത്? ഇടതുപക്ഷം എതിർത്തത് കൊണ്ട് മുടങ്ങിപ്പോയ ഏതെങ്കിലും ഒരു വികസന പദ്ധതിയുടെ പേര് പറയാൻ UDFന് കഴിയുമോ? പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക വേളയിൽ ഈ സാധാരണക്കാരനെ ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ, വിലക്കയറ്റം പോലെയുള്ള, ഇപ്പം കൊച്ചി മെട്രോ കുറച്ച് ആളുകൾക്ക് മാത്രം ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ്. ബഹുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഈ പ്രചരണങ്ങൾ കൊണ്ട് അവർക്ക് കഴിയുന്നില്ല. അവിടെ പ്രതിപക്ഷം പരാജയപ്പെടുന്നുണ്ട്. ഈ 5 കൊല്ലക്കാലം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വില കയറ്റം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. LDF ഗവൺമെൻറ് കാലത്ത് പരസ്യ മാർക്കറ്റ് 21 രൂപയ്ക്ക് വിറ്റ അരി ഇത് 42 രൂപക്കാണ് പരസ്യ മാർക്കറ്റിൽ വിൽക്കുന്നത്. 100% വില വർധനവാണ് ഈ 5 കൊല്ലക്കാലത്ത് അനുഭവപ്പെട്ടത്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ വില കുറച്ച് കൊടുക്കാൻ UDF ഗവൺമെൻറ് കഴിഞ്ഞില്ല. അതാണ് വിലക്കയറ്റം സങ്കീർണമാക്കി.
BPLകാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന അരി 25 കിലോ അരി ഈ ഗവൺമെൻറ് 17 കിലോ ആക്കി ഒരു കൊല്ലക്കാലം വെട്ടിക്കുറച്ചു. ഇപ്പോൾ ഇലക്ഷൻ എടുത്ത് വന്നപ്പോൾ പറയുന്നത് ഏപ്രിൽ 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അരി തരാം, BPLകാർക്ക് കൊടുക്കാം. ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് 36 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് അരി കൊടുക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭ യോഗം ചേർന്നിട്ട് തീരുമാനിച്ചിരിക്കുന്ന 20 ലക്ഷം ആൾക്കാർക്ക് ചുരുക്കി. അപ്പോൾ ഇത് പ്രചരണത്തിന് വേണ്ടി ഏപ്രിൽ 1 മുതലുള്ള ഒരു മാസക്കാലം നിങ്ങൾക്ക് സൗജന്യമായ അരി കൊടുത്ത് വോട്ട് പിടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും കേരളത്തിൽ ചിലവാകുന്ന കാര്യമല്ല. ഈ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ കേരള രാഷ്ട്രീയത്തിൽ കാണുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും എന്ത് സംഭവിക്കാൻ പോകുന്ന ഒരു ആകാംക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നേതാക്കളെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ അത് ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ആകാംക്ഷ നിറഞ്ഞൊരു അന്തരീക്ഷം കേരള രാഷ്ട്രീയത്തിലുണ്ടോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായപ്പോൾ UDF നല്ല മുൻകൈയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയം UDFനെതിരായിട്ട് മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതായിരുന്നു പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കേരളത്തിലെ ഭൂരിപക്ഷം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇടതുപക്ഷ മുന്നണി ജയിച്ചത് രാഷ്ട്രീയ രംഗത്ത് വരുന്ന മാറ്റത്തിൻ്റെ സൂചന തന്നെയാണ്. 87 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ മുന്നണിക്ക് 1-ാം സ്ഥാനത്ത് വരാൻ സാധിച്ചു. അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചനയാണ്. കേരളത്തിൽ എല്ലാ കാലത്തും തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ഫലം പിന്നീട് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ബാർകോഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലൊക്കെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന ഒരു ആകാംക്ഷ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇപ്പോഴും പുറത്തു വന്ന കാര്യം തന്നെ മതി. ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് വരാൻ പോകുന്നു എന്നുള്ളത് ഒന്നും ഇവിടെ കാര്യമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിനു മുമ്പ് വന്ന കാര്യങ്ങൾ തന്നെ നോക്കിയാൽ ഈ സോളാർ കുംഭകോണം പോലത്തൊരു വിവാദം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതിൽ പ്രധാനമായ പ്രശ്നം ഞാൻ കാണുന്നത് മുഖ്യമന്ത്രിക്കെതിരെ, മന്ത്രിമാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു കാലത്തും കേരളത്തിലുണ്ടായിട്ടില്ല. സോളാർ സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ അന്ന് പുറത്തു വന്നപ്പോൾ ആരും അത് വിശ്വസിച്ചിട്ടില്ല. ഇടതുപക്ഷം വെറുതെ പറയുന്നതാണെന്നാണ് ധരിച്ചത്. ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ആദ്യം വലിയ തടസ്സം സൃഷ്ടിച്ചു. അതിൻ്റെ ഭാഗമായി വലിയ സമരങ്ങൾ നടന്നു. ഒടുവിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആ സമരം പരാജയമാണെന്ന് എല്ലാവരും ഞങ്ങളെ മുദ്രകുത്തി, ഞങ്ങളെ പരിഹസിച്ചു. പക്ഷേ ആ സമരം വിജയമായിരുന്നതാണ്. സോളാർ കമ്മീഷൻ്റെ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വസ്തുതകളും പുറത്തു കൊണ്ടുവരുന്ന സ്ഥിതിയിലേക്ക് കമ്മീഷൻ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ ആ സമരം സഹായകരമായി എന്നതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ബാർ കുംഭകോണം ഞങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞെന്താ ഇത് വെറുതെ പറയുന്നതാണെന്നാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വിജിലൻസ് തന്നെ, ചെന്നിത്തലയുടെ കീഴിലുള്ള വിജിലൻസ് തന്നെ KM മാണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഒരു മന്ത്രിക്കെതിരായിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ സംഭവമാണ്. മുമ്പ് 2004 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വിജിലൻസ് കേസിൽ പ്രതികളായവരെ ഞാൻ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ല എന്ന് അദ്ദേഹം നിയമസഭയിൽ പ്രഖ്യാപിച്ചു. TM ജേക്കബിനെയും R ബാലകൃഷ്ണപിള്ളയെയും അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയില്ല. കാരണം അവർ വിജിലൻസ് കേസിൽ പ്രതികളാണ്. ആ നിലപാടെടുത്ത ഉമ്മൻചാണ്ടി ഇപ്പോഴീ എടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ധാർമ്മികതയിൽ വിശ്വസിക്കുന്നില്ല, എൻ്റെ മനസ്സാക്ഷിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മനസ്സാക്ഷി എന്നൊരു സാക്ഷിയെ ആദ്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. മദ്യനയം സംബന്ധിച്ച് ബാറുകൾ പൂട്ടിയതുമായി ബന്ധപ്പെട്ട് അത് അവരുടെക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലവും ഈഗോ മൂലവുമാണെന്നൊക്കെ പറയുമെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ പൂട്ടിയ ബാറുകൾ ഇടതുപക്ഷം തുറക്കുമോ, ഇത് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം പറയണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു മത നേതാവ് മദ്യവർജനമല്ല മദ്യനിരോധനം തന്നെയാണ് വേണ്ടത്, അല്ലാത്തവരെ ഈ തെരഞ്ഞെടുപ്പിൽ എതിർത്ത് തോൽപ്പിക്കണം എന്ന് വളരെ പരസ്യമായി പറയുന്ന സാഹചര്യമുണ്ടായി. ഇത് സംബന്ധിച്ചൊരു നയം വ്യക്തമാക്കേണ്ട സാഹചര്യമായിട്ടില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി ഒരിക്കലും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കില്ല. ഞങ്ങളുടെ പാർട്ടി ഭരണഘടനയിൽ തന്നെ വ്യവസ്ഥയുണ്ട്, മദ്യപാനികൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ഞങ്ങൾ എല്ലാ കാലത്തും CPIM മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതിന് സഹായകമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ പ്രശ്നം ഇന്ന് മദ്യത്തിൻ്റെ ഉപയോഗം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യാപകമായിരിക്കുകയാണ്. ഈ കേരളത്തിൽ 60കളിൽ ആദ്യകാലത്ത് കള്ളുഷാപ്പുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് കള്ളുഷാപ്പുകൾക്ക് പകരം UDF ഗവൺമെൻറ് 70-ൽ വന്നതിന് ശേഷമാണ് ചാരായ ഷാപ്പ് വ്യാപകമാക്കിയത്. പിന്നെ കള്ളുഷാപ്പുകളൊക്കെ ക്രമേണ നിന്നുപോയി, ചാരായ ഷാപ്പുകൾ വ്യാപകമായി. അത് കഴിഞ്ഞ് പിന്നീട് ചാരായം അപകടമാണെന്ന് പറഞ്ഞ് 95-ൽ ചാരായവും നിരോധിച്ചു. ചാരായം നിരോധിച്ചപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വ്യാപകമായി.
അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ ഗുണപരമായ മാറ്റമല്ല ഇവിടെ ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ ഉദയഭാനു കമ്മീഷൻ നിശ്ചയിച്ചത്. ഗാന്ധിയർ ഉദയഭാനു അദ്ദേഹം പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. മദ്യനിരോധനം പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്ന് ഗാന്ധിയനായ ഉദയഭാനു അദ്ദേഹം സമർപ്പിച്ച കമ്മീഷന്റെ റിപ്പോർട്ടിലെ നിഗമനങ്ങളോടാണ് ഞങ്ങൾക്ക് യോജിപ്പ്. ഈ പൂട്ടിയ ബാറുകൾ തുറക്കുമോ എന്നുള്ളതൊരു വിഷയമാകില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബാറ് പൂട്ടിയപ്പോൾ ഞങ്ങൾ ആ നിലപാടിനെ സ്വാഗതം ചെയ്തവരാണ്. 418 ബാറ് പൂട്ടിയപ്പോൾ അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു 418 ബാറ് പൂട്ടിയത് സ്വാഗതാർഹമാണ്. മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരുന്ന ഏതൊരു നടപടിയെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും എന്നാണ് അന്ന് CPM നിലപാടെടുത്തത്. ഇത് മുൻകാലത്ത് ചാരായം നിരോധിച്ചപ്പോൾ 95 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രശ്നം ചാരായ നിരോധനമായിരുന്നു. LDFൻ്റെ നിലപാടെന്താണ്? ചാരായ നിരോധനം പിൻവലിക്കോ ഇല്ലയോ എന്നുള്ള ഉത്തരം പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 96 ഞങ്ങളെ മുൻമുനയിൽ നിർത്തി. ഞങ്ങൾ പറഞ്ഞു LDF അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, ഞങ്ങളെ മദ്യനയം ഗവൺമെൻറ് വന്നാലാണ് തീരുമാനിക്കുക. മദ്യനയം എന്നുള്ളത് ഒരു സർക്കാരിന് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഓരോ വർഷവുമാണ് മദ്യനയം തീരുമാനിക്കുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യത്തെ വർഷങ്ങളിലൊന്നും ഇങ്ങനെ നയം ഉണ്ടായിട്ടില്ലല്ലോ. പെട്ടെന്ന് ഒരു ദിവസമല്ലേ ഈ വർഷത്തെ മദ്യനയം ഇതാണെന്ന് പറഞ്ഞ് ഈ നിലപാടെടുത്തത്. അധികാരത്തിൽ വന്നാൽ LDF ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് മദ്യത്തിൻ്റെ ഉപയോഗം ഇന്നുള്ളതിനേക്കാൾ കുറച്ചു കൊണ്ടുവരാൻ സഹായകമായ നയം എന്താണെന്നുള്ള അന്നേരത്തെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. 418 ബാറുകൾ പൂട്ടിയപ്പോൾ ഉള്ള പ്രതികരണം ആ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതാണ്. അല്ല, ആ നിലപാട് ഞങ്ങൾ അന്ന് വ്യക്തമാക്കി കഴിഞ്ഞൊരു കാര്യമാണ് ഈ കാര്യം സംബന്ധിച്ച്. പക്ഷേ അനുഭവം എന്താ? മദ്യത്തിൻ്റെ ഉപയോഗം കുറക്കാൻ പറ്റിയിട്ടില്ല. മദ്യത്തിൻ്റെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി. ഇന്ന് 30% വീടുകൾ ബാറുകളായിട്ട് മാറി എന്ന് AK ആന്റണി തന്നെ പരസ്യമായിട്ടൊരു ദിവസം പ്രതികരിക്കുകയുണ്ടായി. ഈ വസ്തുതകളെല്ലാം കണക്കിലെടുക്കണം. മദ്യനിരോധനം എന്നത് ഒരു അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് ചോദിച്ചാൽ മദ്യനിരോധനം നടപ്പാക്കിയൊരു റേഞ്ച് കേരളത്തിലുണ്ട്, അട്ടപ്പാടി റേഞ്ച്. അവിടെ സമ്പൂർണ്ണമായിട്ട് വ്യാജപാറ്റും വ്യാജച്ചാരവും വെക്കുന്നൊരു സ്ഥലമായിട്ട് അട്ടപ്പാടി മാറി. 2006 2011 സമാനമായി VS അച്യുതാനന്ദൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പാർട്ടിക്കുള്ളിലുണ്ടോ? ഈ മുൻകാലത്തുണ്ടായിട്ടുള്ളത് അതേപടി ആവർത്തിക്കില്ല. ഈ കഴിഞ്ഞ കാലത്ത് 2 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. അതൊക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് പാർട്ടി തന്നെ ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കും. അത് പാർട്ടി സംവിധാനം അതിന് ശക്തമാണ്, അതിന് പര്യാപ്തമാണ്. ആ പ്രക്രിയയിലേക്ക് ഞങ്ങൾ നീങ്ങുന്നേ ഉള്ളൂ. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളാകേണ്ടത്? ആ സന്ദർഭത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കും. ഏതായാലും സ്ഥാനാർത്ഥി പ്രശ്നം സംബന്ധിച്ച് ഒരു വിവാദപരമായ പ്രശ്നം ഇത്തവണ ഉണ്ടാകാൻ പോകുന്നില്ല. 90 വയസ്സ് കഴിഞ്ഞ VS അച്യുതാനന്ദൻ മത്സരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം ഒരു തടസ്സമാകും, അങ്ങനെ ഒരു അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ടോ? പ്രായത്തിൻ്റെത് മാത്രം നോക്കിയിട്ടല്ല സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. പ്രവർത്തന കഴിവ്, സന്നദ്ധത ഇതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് തീരുമാനമെടുക്കുക. അതുകൊണ്ട് ഇത്ര പ്രായമായി എന്ന് കണക്കാക്കി എല്ലാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നേതാക്കന്മാർക്കും പ്രായമായവർക്കും പ്രായം കുറഞ്ഞവർക്കും ഒക്കെയുള്ള കഴിവുകളെയും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്ന് പറഞ്ഞ് വയസ്സ് നോക്കി 25 വയസ്സായ ഒരാളെ പിടിച്ച് നിർത്തിയാൽ അത് ഇലക്ഷനിൽ പ്രതിഫലിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരാൾക്കൊരു പ്രായം കൂടുതലായി, അതുകൊണ്ട് അയാൾ ഒഴിവാക്കണം. അത് അദ്ദേഹത്തിൻ്റെ മറ്റ് കഴിവുകളുണ്ടെങ്കിൽ അതും കൂടി പരിഗണിക്കും. പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടി പരിഗണിക്കും. തുടർന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത പരിഗണിക്കും. ഇതെല്ലാം നോക്കിക്കൊണ്ടായിരിക്കും എല്ലാവരുടെ കാര്യത്തിലും തീരുമാനമെടുക്കാൻ പോകുന്നത്. നവകേരള യാത്രയിലൂടെയും മറ്റും പാർട്ടിക്കുണ്ടായിട്ടുള്ളൊരു ആത്മവിശ്വാസം, അതിൻ്റെ ശോഭ കെടുത്താൻ തക്കവണ്ണമുള്ള ചില വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. പാർട്ടിക്ക് തീരുമാനമെടുക്കുക സംഘടനാപരമായി അങ്ങനെയാണ് സംവിധാനം. പക്ഷേ എന്നാൽ പോലും VSൻ്റെയിലാണോ ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പന്ത് VSൻ്റെ കോർട്ടിലാണോ? പാർട്ടി സ്ഥാനാർത്ഥികൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് പാർട്ടി തന്നെയാണ്. അതിലിപ്പോൾ VS ഇപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാണ്. അതുകൊണ്ട് VSനെ സംബന്ധിച്ചുള്ള കാര്യം VSുമായി കൂടി ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. അതുകൊണ്ട് അതിലൊന്നും ഇത്തവണ ഒരു വിവാദമോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു പാക്കേജ് VSന് നൽകാൻ പോകുന്നു, അല്ലെങ്കിൽ VS അത് ആവശ്യപ്പെട്ടു എന്നും മറ്റുമുള്ള വാർത്തകളുമുണ്ട്. ഒക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ പല ഇതുണ്ടാക്കും. പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു യോജിച്ച നിലപാട് വരുന്നു എന്ന് കാണുമ്പോൾ ഇങ്ങനെയുള്ള ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഏതോ ചില മാധ്യമങ്ങൾക്ക് സൂചന കിട്ടിയിട്ടുണ്ട് ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ അതിനൊരു വ്യാഖ്യാനം വേണം. അങ്ങനെയുള്ള ചില വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ചില വാർത്തകൾ മാത്രമാണ്. സ്വയം വിരമിക്കാൻ ഒരു സന്നദ്ധത VS അച്യുതാനന്ദൻ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അല്ല, അതൊക്കെ പാർട്ടിയുടെ മുമ്പിലാണല്ലോ VS കാര്യങ്ങൾ പറയുക.
അങ്ങനെ VS അത്തരം കാര്യം പാർട്ടി ഇതുവരെ അറിയിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങൾ അറിയിക്കുന്ന സന്ദർഭത്തിലേ പാർട്ടി അത് ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. സാധാരണഗതിയിൽ പാർലമെൻ്ററി പ്രവർത്തന രംഗത്ത് നിന്ന് മാറിയാലും രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. അങ്ങനെയാണ് EMSഉം നായനാറും മറ്റ് നേതാക്കന്മാരും ഒക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇലക്ഷനിൽ മത്സരിക്കൽ മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ആരും കരുതുന്നില്ല. അത് VSഉം അങ്ങനെ കാണുന്നൊരു നേതാവല്ല. VS മത്സരിക്കുന്നില്ല എന്നാണെങ്കിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രചരണ രംഗത്ത് ഉണ്ടാകുമോ? അതൊക്കെ ഈ തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കേണ്ട കാര്യമല്ലേ. ഇപ്പോൾ VSനെ മത്സരിപ്പിക്കണമെന്നോ മത്സരിപ്പിക്കേണ്ടെന്നോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ VSൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു സഖാവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടില്ല പാർട്ടി. മാധ്യമങ്ങൾക്കൊക്കെ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചേ അറിയേണ്ടതുള്ളൂ. ഞങ്ങൾക്ക് 140 സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം. ആ കൂട്ടത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. മുന്നണിക്ക് അധികാരം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത് വളരെ വ്യക്തമായിരുന്നു. പക്ഷേ ഇത്തവണ അത് ആര് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ ഞങ്ങൾ ഇന്നയാളായിരിക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. 1957 മുതലുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഇലക്ഷൻ്റെ കാലത്ത് ഇന്നയാളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പിനെയും കേരളത്തിൽ ഇടതുപക്ഷം നേരിട്ടിട്ടില്ല. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി EMS മുഖ്യമന്ത്രിയായ 57 തെരഞ്ഞെടുപ്പിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. മാധ്യമങ്ങളന്ന് പലതും എഴുതിയിരുന്നു. മാധ്യമങ്ങൾ എഴുതിയതുപോലെയല്ല EMS ആണ് മുഖ്യമന്ത്രിയായിട്ട് അന്ന് വന്നത്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിലും ഇന്നയാളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പ്രഖ്യാപിച്ചിട്ടില്ല, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും പ്രഖ്യാപിച്ചിട്ടില്ല. ഇലക്ഷന് ശേഷമാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാറ്. ഇപ്പോൾ എല്ലാ കാലത്തും മുൻകൂട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അവരെന്താ ഇത്തവണ പ്രഖ്യാപിക്കാത്തത്? ബംഗാളിലും കേരളത്തിലും ഒരേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ബംഗാളിൽ കോൺഗ്രസുമായി ധാരണകളുണ്ട്. എങ്ങനെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് CPM ഇതിനെ പ്രതിരോധിക്കുക? കോൺഗ്രസുമായി ഒരു മുന്നണിയോ ഒരു നീക്കുപോക്കോ ഒന്നും തന്നെ ഉണ്ടാക്കാൻ CPM ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നിടത്ത് CPM സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അത് അവിടെ പരിശോധിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് പശ്ചിമ ബംഗാളിലെ CPM തീരുമാനിക്കും. അവിടെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസുമായി മുന്നണിയോ ധാരണയോ ഉണ്ടാക്കാതെ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ അധികാരം നിന്ന് പുറത്താക്കണം, BJPയെ തോൽപ്പിക്കണം. ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇലക്ഷനിൽ പ്രവർത്തിക്കണം. അതിൽ ഓരോ സ്ഥലത്തും പ്രായോഗികമായി തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ, BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി കൂട്ടുകൂടാതെ, കോൺഗ്രസുമായി മുന്നണി ഉണ്ടാക്കാതെ എങ്ങനെ സാധിക്കും? അത് പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണത്തിനെതിരായിട്ടുള്ള പൊതു അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തി രൂപം കൊടുക്കാൻ സഹായകമായിട്ടുള്ള നിലപാട് അവർ സ്വീകരിക്കും. അത് കോൺഗ്രസുമായി കൂട്ടുകൂടിക്കൊണ്ടായിരിക്കില്ല, കോൺഗ്രസുമായി എന്തെങ്കിലും ധാരണയുണ്ടാക്കിക്കൊണ്ടുമായിരിക്കില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നിടത്ത് CPM സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അത് അവിടുത്തെ സ്ഥിതിഗതികൾ നോക്കി അവർ തീരുമാനിച്ചെന്ന് വരും. അങ്ങനെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഉണ്ടാവും, സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസും ഒന്നിച്ച് മത്സരിച്ചിരുന്നപ്പോൾ കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ സീറ്റുകൾ ഇത്തവണ CPMുമായി ഇത്തരത്തിൽ പ്രാദേശിക ധാരണ എന്ന് പാർട്ടി പറയുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ലഭിക്കുമെന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. അതൊക്കെ വെറും വാർത്തകളാണ്. അവിടെ കോൺഗ്രസുമായിട്ടൊരു മുന്നണിയും ധാരണയും ഏതായാലും CPM ഉണ്ടാക്കാൻ പോകുന്നില്ല. ഈ തൃണമൂൽ കോൺഗ്രസിനും BJPക്കും എതിരായിട്ട് എങ്ങനെ പ്രായോഗികമായിട്ടുള്ള നിലപാടെടുക്കണം എന്നുള്ളത് പശ്ചിമ ബംഗാളിലെ പാർട്ടി തീരുമാനമെടുക്കും. ഇപ്പോൾ ഒരു തീരുമാനം അവർ എടുത്തു കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ മുർഷിദാബാദ് ജില്ലയിൽ അല്ലെങ്കിൽ സിലിഗുരി മോഡൽ അത് പശ്ചിമ ബംഗാളിൽ ഒട്ടാകെ ഉണ്ടാകില്ല എന്നുള്ളതാണോ? അതിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടില്ല. വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണെന്നുള്ളത് ആ സന്ദർഭത്തിൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. R ബാലകൃഷ്ണപിള്ള അല്ലെങ്കിൽ കേരള കോൺഗ്രസ് Bയുമായിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥികളാകുമ്പോൾ അവർ ഇടതുപക്ഷത്തേക്ക് വരുമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം? കേരള കോൺഗ്രസ് B UDFിൽ നിന്ന് വിട്ട് പുറത്തു വന്നൊരു കക്ഷിയാണ്. അവരിപ്പം LDFുമായിട്ട് സഹകരിച്ച് വരുന്നൊരു പാർട്ടിയാണ്. ഇലക്ഷൻ കാലത്ത് എങ്ങനെയാണ് അവരുമായിട്ട് സഹകരണം വേണ്ടത് എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യവരുടെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല. അവർ മുന്നണിയുടെ ഭാഗമാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണത്. കേരള കോൺഗ്രസ് B കൂടെ എന്ത് നിലപാടെടുക്കണം, മുന്നണിയുടെ ഭാഗമാക്കണോ, എങ്ങനെയാണ് അവരുമായിട്ട് സഹകരിക്കേണ്ടത് ഇലക്ഷൻ കാലത്ത് എന്നുള്ളത് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. മുന്നണി ചർച്ച ചെയ്ത് വരുമ്പോഴേ അതിനെപ്പറ്റിയൊരു തീരുമാനമാവുള്ളൂ. ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും കോടതി കേസ് പരിഗണിക്കുമ്പോൾ പ്രതികൂലമായൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സഖാവ് പിണറായി വിജയൻ മത്സരിക്കുകയും അദ്ദേഹം ജയിക്കുകയും അദ്ദേഹം അധികാരം കിട്ടിയാൽ ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തെത്തുകയും ചെയ്താൽ ആ രീതിയിലുള്ളൊരു സാഹചര്യം പാർട്ടി മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ ഒരു കേസിലും പ്രതിയല്ല. നേരത്തെ ഉണ്ടായിരുന്ന കേസ് ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഇനി ഭാവിയിൽ അങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഇപ്പോൾ പ്രസക്തമല്ല. ഇതിപ്പോൾ ആരെ പേരിലായിട്ട് നാളെ കേസുണ്ടായിക്കൂടെ?
അങ്ങനെ നാളെ ഒരു കേസുണ്ടായാൽ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ ചോദിക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. ഇപ്പം പിണറായി വിജയൻ്റെ ഒരു കേസുമില്ല. വിജിലൻസ് കോടതി തന്നെ റദ്ദാക്കിയതാണ്. ഇപ്പോൾ ഹൈക്കോടതിയും UDF ഉദ്ദേശിച്ചിരുന്ന ആ പരീക്ഷണം പരാജയപ്പെട്ടു. അവർ നിരാശരായി. ഇപ്പോൾ ഇലക്ഷന് മുമ്പ് അതൊരു വിവാദമാക്കി മാറ്റാം എന്തായിരുന്നു അവർ ഉദ്ദേശിച്ചത്. LDFൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം UDFൻ്റെ അഴിമതിയാണ്. അപ്പോൾ അതിന് വേണ്ടി LDF പ്രചാരണം നടത്തുമ്പോൾ ഞങ്ങൾക്കും ഇരിക്കട്ടെ ഒരടി എന്നുള്ള മട്ടിലാണ് അവർ ഉദ്ദേശിച്ചത്. അതിപ്പോൾ തന്നെ ചീറ്റിപ്പോയി. ആ ലാവിലൊരു നനഞ്ഞ പടക്കമായിട്ട് മാറി. ഇപ്പോഴത് നിലനിൽക്കുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് CPM-നെ വല്ലാതെ തുണച്ചിട്ടുണ്ട് ഭൂരിപക്ഷ സമുദായം. പക്ഷേ ഇപ്പോൾ മാറിയൊരു രാഷ്ട്രീയ സാഹചര്യം, ഈഴവ വോട്ട് ബാങ്ക് CPM-ൽ നിന്ന് അകന്നു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ BDJS-ൻ്റെ ആവിർഭാവത്തോടുകൂടി? ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ട് എന്നുള്ളതല്ല ഞങ്ങൾ ഇലക്ഷനിൽ കാണുന്നത്. കേരളത്തിലെ മതനിരപേക്ഷ ചിന്താഗതിയുള്ളവരാണ്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമാണ് ഞങ്ങൾക്ക് ഇലക്ഷനിൽ വോട്ട് ചെയ്തത്. മതചിന്താഗതിയും സാമുദായിക ചിന്താഗതിയുമുള്ള ആളുകൾ പല തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുക്കാറ്. മതചിന്താഗതിയുള്ള ആളുകൾ പലരും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യും, മതചിന്താഗതിയുള്ള ആളുകൾ BJPക്ക് വോട്ട് ചെയ്യും. ഇങ്ങനെയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ എല്ലാ മതവിഭാഗത്തിലും ഭൂരിപക്ഷം ആളുകൾ മതനിരപേക്ഷ ബോധമുള്ളവരാണ്. അവരാണ് ഞങ്ങളെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നത്. അവർക്കാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ മുൻകൈ. മതബോധ നിലപാട് സ്വീകരിച്ച് അന്ധമായിട്ടുള്ള മത അന്ധത പ്രകടിപ്പിക്കുന്നവരല്ല കേരളത്തിലുള്ള എല്ലാ മതവിഭാഗത്തിലുമുള്ള ആളുകൾ. അതുകൊണ്ട് ഞങ്ങൾക്കിത്തവണ ആ മതനിരപേക്ഷ ചിന്താഗതിക്കാരായ എല്ലാ മതവിഭാഗങ്ങളിലും ഞങ്ങൾക്കിത്തവണ പ്രതീക്ഷയുണ്ട്. ഹിന്ദുക്കളിൽ മാത്രമല്ല, മുസ്ലിമുകളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ ഞങ്ങൾക്കിത്തവണ നല്ല പ്രതീക്ഷയാണ്. പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയറിലുണ്ടായ വലിയ ഗണ്യമായ വർധന ഉണ്ടായിട്ടുള്ള സംസ്ഥാനത്ത് ഇടതുപക്ഷ വോട്ടുകൾ CPM-ൻ്റെ വോട്ടുകളാണ് BJPയിലേക്ക് പോയതെന്ന ഒരു വിലയിരുത്തൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പാർട്ടിക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഇത് വസ്തുതാപരമായിട്ട് ശരിയല്ല. ഇത് ഉമ്മൻചാണ്ടിയും കൂട്ടർക്കും അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. ഈ BDJS-ഉം SNDP ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് മുഴുവൻ അപ്പുറത്തേക്ക് പോകും. അങ്ങനെ വോട്ട് പോയാൽ CPM ശിഥിലമാകും. അതുപയോഗിച്ചുകൊണ്ട് UDFന് ഒന്നാം സ്ഥാനത്ത് വരാം എന്ന കണക്കൂട്ടലോട് കൂടിയിട്ടാണ് വെള്ളാപ്പള്ളി അവർ നല്ലതുപോലെ പ്രോത്സാഹിപ്പിച്ചത്. അത് അവർക്ക് തിരിച്ചടിയായി. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൻ്റെ അനുഭവം ഞങ്ങൾക്ക് അത് പ്രതികൂലമായിട്ട് ഞങ്ങൾക്ക് ബാധിക്കാത്ത സ്ഥിതിയാണ് കേരളത്തിലുണ്ടായത്. കോൺഗ്രസിനെയാണത് പ്രതികൂലമായിട്ട് ബാധിച്ചത്. CPM-ൻ്റെ പഠന കോൺഗ്രസ് വികസന വിഷയത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് കേരളം തയ്യാറെടുക്കുന്നു എന്നുള്ളതും ആ രീതിയിലുള്ളൊരു വീക്ഷണമാണ് കേരള സമൂഹത്തിന് മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. അധികാരത്തിലെത്തുമ്പോൾ ഇത് പ്രായോഗികമാക്കുവാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമായിരിക്കും. ആ പഠന കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളെ അടിസ്ഥാനമാക്കി ഒരു പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. അതിൽ കേരളം ഇന്ന് ഒരു വികസന രംഗത്ത് ഇപ്പം ചില കാര്യങ്ങളൊക്കെ വന്നു എന്ന് അവകാശപ്പെട്ടാലും ഇതല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിവേഗം വികസിക്കുന്നൊരു കേരളമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെയുള്ള പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അഭ്യസ്ത വിദ്യർക്ക് ജോലി ലഭിക്കുക, രാജ്യത്ത് വരുന്ന ലോകത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കേരളവും മാറുക, ഇങ്ങനെയുള്ളൊരു ചിന്താഗതി കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. അതിന് രൂപം കൊടുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് സഹായകമായ വിധത്തിലുള്ള പദ്ധതികൾ ഞങ്ങൾ പ്രഖ്യാപിക്കും. അതിനുള്ള പണം കണ്ടെത്താനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഈ കേരളത്തിൽ ഇപ്പോൾ UDF ഗവൺമെൻറ് വന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ കടം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വളർച്ചയുണ്ടായിട്ടില്ല. അഴിമതിയും ധൂർത്തും വ്യാപകമായി. വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഇപ്പോൾ അഴിമതിയാണ്. അതുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള പ്രസംഗം കൊണ്ട് കാര്യമില്ല. ശക്തമായ ഭരണപരിഷ്കാര നടപടികൾ ഇവിടെ ആരംഭിക്കണം. എല്ലാ ആശംസകളും. നന്ദി. Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life.